തൃശ്ശൂരിലെ പീച്ചി ഡാം റിസർവോയറിൽ വീണ 4 വിദ്യാർത്ഥികളിൽ ഒരാൾ മരിച്ചു. നിങ്ങൾക്കറിയാം, ഈ സംഭവം അറിയാം. പട്ടിക്കാട് സ്വദേശി അലീനയാണ് മരിച്ചത്. മറ്റു 3 പെൺകുട്ടികളും ഇപ്പോൾ ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിൽ തുടരുകയാണ്. നിങ്ങൾക്കറിയുന്നത് പോലെ അവരവിടെ പീച്ചി ഡാമിൽ വീണ് അവരെ കണ്ടെത്താൻ കഴിഞ്ഞപ്പോൾ 4 പേരും രക്ഷപ്പെടുമെന്നായിരുന്നു നമ്മുടെ പ്രതീക്ഷ. എന്നാൽ ഒരാൾ ജീവിതത്തിൻ്റെ പകുതി വഴിയിൽ ഇറങ്ങിപ്പോയിരിക്കുന്നു. തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങളുമായി സൂരജ് സജി ചേരുന്നു. സൂരജ്, അല്ലാത്ത സങ്കടകരമായ വാർത്തയാണ് വന്നത്. എങ്ങനെയാണ് ഈ മരണം ഉണ്ടായത്? SKN ഏറെ സങ്കടപ്പെടുത്തുന്ന വാർത്തയാണ്. ഇന്നലെ ഉച്ച കഴിഞ്ഞാണ് ഈ പള്ളിപ്പെരുന്നാൾ ആഘോഷിക്കാനെത്തിയ 4 സുഹൃത്തുക്കൾ ഈ പീച്ചി ഡാമിലെ റിസർവോയറിൽ ഇറങ്ങുന്നത്. അവർ ഈ ഡാമിലേക്ക് ഇറങ്ങി നിന്ന് ചിത്രവും മറ്റും എടുക്കുകയായിരുന്നു. അതിനിടയിലാണ് ഈ 4 കുട്ടികളും ഈ അപകടത്തിൽപ്പെടുന്നത്. പക്ഷേ SKN ഈ സമാനതകളില്ലാത്തൊരു രക്ഷാപ്രവർത്തനമായിരുന്നു ഇന്നലെ അവിടെ നടന്നത്. 15 മിനിറ്റ് കൊണ്ട് തന്നെ ഈ 4 പേരെയും ഈ ഡാമിൽ നിന്ന് രക്ഷിക്കാൻ കഴിഞ്ഞു. നാട്ടുകാർ ഇടപെട്ട് തന്നെ ഇവർക്ക് CPR നൽകി. അങ്ങനെ ഈ ആശുപത്രിയിലേക്ക് എത്തുന്ന സമയത്ത് ഇവർക്ക് പൾസ് പോലും ഉണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീട് ഈ 3 കുട്ടികൾക്ക്, ഇതിൽ ഗുരുതരാവസ്ഥയിൽ ഉണ്ടായിരുന്ന 3 കുട്ടികൾക്കും പൾസ് കിട്ടുന്നു. അതോടുകൂടി വലിയ പ്രതീക്ഷയായിരുന്നു ഉണ്ടായിരുന്നത്. തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ നിന്നടക്കം മന്ത്രി കെ രാജൻ ഇടപെട്ടുകൊണ്ട് പ്രത്യേക ഡോക്ടർമാരെ എത്തിക്കുന്നു. വിദഗ്ധ ഡോക്ടർമാരടക്കം ഈ കുട്ടികളെ പരിശോധിക്കുന്നു. ഈ 4 കുട്ടികളെയും പിന്നീട് വെന്റിലേറ്ററിൽ മാറ്റി. ഇതിൽ നിമ എന്ന കുട്ടിക്ക് മാത്രമായിരുന്നു ഇതിൽ ആരോഗ്യാവസ്ഥയിൽ ഒരു മെച്ചപ്പെട്ട നിലയുണ്ടായിരുന്നത്. ബാക്കി 3 കുട്ടികളുടെയും നില ആശങ്കപ്പെടുത്തുന്നുവെങ്കിൽ പോലും നമുക്കതിൽ വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ ചികിത്സയിലിരിക്കെ ഇന്നലെ രാത്രി 12:00 പട്ടിക്കാട് സ്വദേശിയായിട്ടുള്ള അലീന മരിക്കുന്നത്. അതോടൊപ്പം SKN ഈ നിമ എന്ന 12 വയസ്സുകാരി കൂടി ഇന്നലെ രാത്രിയോടുകൂടി ഗുരുതരാവസ്ഥയിലേക്ക് പോയി എന്നുള്ളതാണ് ആശുപത്രി അധികൃതരിൽ നിന്ന് തന്നെ നമുക്ക് ലഭിക്കുന്ന വിവരം. ആൻഗ്രേസ്, ഐറൻ അങ്ങനെ തുടങ്ങി 3 കുട്ടികൾ ഇപ്പോൾ ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിൽ തുടരുകയാണ്. ഇന്നലെ പള്ളിപ്പെരുന്നാൾ ആഘോഷിക്കുന്നതിന് വേണ്ടി ഈ നിമയുടെ വീട്ടിലെത്തിയതായിരുന്നു ഈ പട്ടിക്കാട് സ്വദേശികളായ 3 കൂട്ടുകാരികളും നിമയുടെ ചേച്ചി ഹിമയുമൊത്ത് ഹിമയുടെ ക്ലാസ്സിൽ പഠിക്കുന്നവരായിരുന്നു ഇവർ. അങ്ങനെ പള്ളിപ്പെരുന്നാൾ ആഘോഷിക്കാൻ എത്തുന്നു. അതിനിടയിലാണ് ഈ ഡാമിന്റെ റിസർവോയറിൽ എത്തുന്നതും പിന്നീട് അപകടത്തിൽപ്പെടുന്നതും. എന്തായാലും അതിൽ ഒരു കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. വലിയ സങ്കടപ്പെടുത്തുന്ന വാർത്തയാണ് SKN രാവിലെ വരുന്നത്. ഓക്കെ, സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്. 3 കുട്ടികൾ കൂടി വെന്റിലേറ്ററിൽ തുടരുകയാണ്. അവരുടെ നില അതീവ ഗുരുതരമാണെന്നും നമ്മൾ അറിയുന്നു. എന്തായാലും അവർ ജീവിതത്തിലേക്ക് വളരെ വേഗം മടങ്ങി വരട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത്. തൃശ്ശൂരിലെ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിലാണ് അവരുടെ ചികിത്സ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മന്ത്രി രാജൻ പറഞ്ഞതുപോലെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ വിദഗ്ധരായ ഡോക്ടേഴ്സിൻ്റെ സഹായവും പരിചരണവും ഇവർക്ക് ലഭിക്കുന്നുണ്ടെന്നും കൂടി ഞാൻ മനസ്സിലാക്കുന്നു.